ഉസ്താദ് പള്ളിയിലൂടെ പോകുമ്പോ പത്ര പേരോ ബറുമ്പോ സീർണി അതെങ്ങനെ അല്ലേ അല്ലേ ഉസ്താദെ പോകുമ്പോഴത്തേക്ക് ഈത്തപ്പള ബറുമ്പത്തേക്ക് സീർണി അതെങ്ങനെ അത് പോയ ജാഗ അങ്ങനമേ അത് പോയ ജാഗ അങ്ങനത്തതായെങ്കിലേ അതങ്ങനമേ ആയിട്ട് പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തില് ഒരു അരിയുടെ ഒരു സേറുണ്ടല്ലേ, അരി കോരിട്ടിടുന്ന പാത്രം, നിങ്ങെന്ത് പറഞ്ഞതിന് പാവ്. പാവ് കാണാതായിനല്ല, അത് യൂസുഫ് നബി എന്നെ മെല്ലെ ഒരു ടെക്നിക്കൽ ഒരു ഐഡിയത്തിൽ അബ്ബനെ വർപ്പാട്ട വേണമായിട്ട് ഒരു പണിയെടുത്തോ. പയ്യ നോക്കുമ്പോ അത് ഇളയന്റെ കയ്യില് ഇളയന്റെ ചീലല്ലേ ഉണ്ട്, അരിന്റെ ചീലല്. അപ്പൊ ഇളയനെ പിടിച്ച് ചോദ്യം ചെയ്തു, നിന്റെ ചീലല് ഞങ്ങളെ പാവുണ്ട്, നീ ഇവിടെ നില്ല്, നിന്റെ ബുഡിലാൻ. ആ മൂത്തമാർ അവിടെ ഭയങ്കര വിളിയായി തെളിയായി ഭയങ്കര ജോറായി. ഇല്ല രാജാവേ ബുഡണേ അവണ്ടേന്ന്. ഇല്ല ബുഡല്ലാൻ, ബുഡേ ഇല്ല, ഒന്ന് കട്ട വിടണം. ഞങ്ങ അരി തന്ന, പഞ്ചസാര തന്ന, മളവ് തന്ന, 2 ജോഡി ഡ്രസ്സ് തന്ന, എല്ലാം തന്ന പാവും കൂടി കട്ടങ്ങ എന്താവും? ബുടാൻ വേണ്ടേ? ബുഡില്ല, പോറു നീ പോറു. അങ്ങ് ഭയങ്കര റംപാട്ടാക്കിയാർ. എന്ത് വിഷയ? ഇല്ല രാജാവ് പ്ലീസ് രാജാവ്, കാരണം എന്താ വന്നിട്ടുണ്ടാ, ഞങ്ങൾ ഇത്ര കൈയും കാലം ഞങ്ങൾ ബുഡിട്ടിയ ബുഡിലും പോണ്ട ഒടിക്കട്ടെ, ഞങ്ങൾ അങ്ങനെ ചൊല്ലട്ടിയ ബള്ളാരിക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ചൊല്ലട്ടിയ ഞങ്ങൾ ചൊല്ലാണ്ടിക്ക. കാരണ പണ്ട് ഇതേപോലെ നല്ലൊരു കിടാവൂ ഒറിയാലെ യൂസുഫ് ഇന്ന നിങ്ങൾ അബ്ബക്ക് അവൻ മരിച്ചിരാ. അവൻ ഇപ്പോഴും ഞങ്ങൾ അബ്ബക്ക് സമാധാനം ഇല്ല. അയാൾ ഇപ്പോഴും അയാളുടെ വിശ്വാസം ഞങ്ങൾ വണ്ടി കൊന്നരമേ കൊന്നിട്ടൊന്നും ഇല്ല, കൊല്ലം പണിയെടുത്തരാറ് ഇങ്ങോടെ കളയുണ്ട്. ഇത് സംഗതിയോട് യൂസുഫോടുമേ ഉണ്ട്. അത് വലിയ സ്റ്റോറി നിങ്ങൾക്ക് കൊണ്ടുണ്ടത്, ನಾನು ಅವಾಗೊಂದು ಪೊಂಡ್ಲಿಪ್ಪ ಏದು ಅಟ್ಟು ಅಪ್ಪ ಏನಿಪ್ಪ ಈ ಗಿಡವು ಇದೇ പോലെ ಊಡ ಕಟ್ಟಿಟ್ಟು പിടിച്ച് അബ്ബകെന്താവും, അയാൾക്ക് ഓൾറെഡി കണ്ണേ കാണില്ല. ബീർ ഞങ്ങളബ്ബ ഓൾറെഡി വയസ്സനാണ്, കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന്റെ കാഴ്ച പോയത് കാട്ടം പാറിയിട്ടല്ല, പൊടി പാറിയിട്ടല്ല, തിമിരം ബാധിച്ചതല്ല, കൊറോണ വന്നതല്ല, മഞ്ഞപ്പിത്തം പിടിച്ചതല്ല. കാണാതായ മോമ യൂസുഫിനെ ഓർത്തിട്ട് കരഞ്ഞിട്ട് ഞങ്ങളബ്ബന്റെ കണ്ണിന്റെ കാഴ്ച പോയി രാജാവ്. അതുകൊണ്ട് രാജാവേ പ്ലീസ് രാജാവ്, ഈ മോനെങ്കിലും ഞങ്ങളൊട്ടിക്ക് കടത്തണോ? അപ്പൊ രാജാവ് പറഞ്ഞ് ഒക്കെ അങ്ങനത്തെ ഒരു യൂസുഫ് ഉണ്ടായല്ലേ നിങ്ങൾക്കല്ലേ, അത് ഇയാളെ അത് അംഗവന്തില്ലേ. നിങ്ങൊരു വിഷയക്കോറു ನಾನು ಬಿಡ ನಕ್ಕ അങ്ങനത്തെ ഗടിപിടിയൊന്നും ഇല്ല, നാനാൾ ഭയങ്കര അങ്ങനെ ഇതൊന്നും ഇല്ല. നിങ്ങൾ ഒരു പണി എടുക്കണം, നിങ്ങൾ കുറെ ഫൈനും കെട്ടണ്ട, നിങ്ങൾ ജാഗന്റെ പട്ടയം കൊണ്ടുവരണ്ട, ജാമ്യത്തേക്ക് സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് ഫയലും കൊണ്ടുവരണ്ട, നിങ്ങൾ അബ്ബനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞാറ് അബ്ബക്ക് പറ ആരോഗ്യമില്ല, കണ്ണ് കാണില്ലേ. അപ്പൊ യൂസുഫ് നബി എന്താക്കി വന്നിട്ടുണ്ടാ, ഇത് ഞാൻ എന്തൊക്കെ ചെന്നോ, ഇതെന്തൊക്കെ ചൊല്ലിപ്പോ നാണ് പള്ളിയനോടെ പോകുമ്പോ സീരണി അല്ല പള്ളിയനോടെ പോകുമ്പോ പുറത്ത് വരുമ്പോ സീർണിയും ചെന്നിട്ട് ചില ആൽമാരും മഹാന്മാരുമായി ബന്ധപ്പെട്ട ആധാറുകള് ഭക്ഷണങ്ങള് തബറുക്കിന് തമാശാക്കുന്നവരുണ്ട്. ഓരറിയാൻ അവരോട് പറഞ്ഞു കൊടുക്കാൻ. ഇത് കേക്ക് വേഗം നോക്കൂ, ഇത് കേക്ക്. അങ്ങനെ യൂസുഫ് നബി പറഞ്ഞവരോട് നിങ്ങ അബ്ബനെ കൂട്ടിക്കൊണ്ടുവരി, വന്ന് ഞങ്ങൾ വിടാ, ഇളയനെ വിടാ. ബിന്യാമീൻ എന്നാണ് പേര്, ചെറിയ മോന്, ഏകദേശം യൂസുഫിന് പിന്നെ അതേ കോപ്പി, ബാപ്പാക്ക് ഭയങ്കര പിരിസപ്പെട്ട ആള്, വിടാ അപ്പോ. അപ്പൊ അവർ പറഞ്ഞു ബാപ്പ വരാല, ബാപ്പ കണ്ണാണെന്നില്ല. അപ്പൊ യൂസുഫിന് എന്തൊക്കെ അറിഞ്ഞ എന്തൊക്കെയാ, നേരെ എഴുതിയിട്ട് ഫോൺ നമ്പർ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടു കാമത്തിന് നമ്പർ കൊടുത്തല്ല അബ്ബൻ അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ മഞ്ജുനാഥ് സെട്ടിക്ക് നമ്പർ കൊടുത്തല്ല, അല്ലെങ്കിൽ നേത്രാലയത്തെ കിടത്തിയല്ല. യൂസുഫിന് എന്തൊക്കെ അറിഞ്ഞ, നിങ്ങളബ്ബന്റെ കാഴ്ച ക്ലിയർ ആവും എന്നും പറഞ്ഞിട്ട് മഹാനർ ധരിച്ച കമീസ്. ഖുർആനാണിത്, യൂസുഫ് സൂറത്തിലുണ്ട്. 111 ആയത്തുള്ള സൂറത്ത് യൂസുഫ് മറിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണും. താൻ ധരിച്ച കമീസ് ഇതേപോലത്തെ കമീസ് അതങ്ങ് എടുത്തോ മാറ്റി 4 മടക്കാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് അബ്ബ കിട്ടു കൊടുക്കണ, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളെ ബാബ കിട്ടു കൊടുക്കണ. ബാപ്പാന്റെ കാഴ്ച ക്ലിയർ ആവും, നേത്രാലയത്ത് കൊണ്ടോണ്ട, ആർവികാമത്തിനെ കാട്ടണ്ട, പിന്നെ 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 തെങ്ങിൻ പൂക്കുലല്ലേ ബീത്തണ്ട, എല്ലാം ക്ലിയർ ആവൂ. കാജൽ തേക്കണ്ട, സുർമ ഇടണ്ട, എന്റെ കമീസ് കൊണ്ടുപോയിട്ടിട്ടെങ്ങ് വയ്യാവൂ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാൽ അങ്ങനെ അവർ കൊണ്ടുപോയി, അവർ അങ്ങനെ ആ കമീസും കൊണ്ടുപോയിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ബാപ്പതാ ധരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട നേരം, അതല്ല ആ മടക്കി തന്ന കമീസ് ഇങ്ങനെ മുഖത്തേക്ക് വെച്ചിട്ട് മണപ്പിച്ച നേരം കാഴ്ച ക്ലിയറായി, എല്ലാം ശരിയായി. അതങ്ങനെ ഓടുണ്ടായ കമ്മീസ് അവിടെ എത്തുമ്പോ മരുന്നായേ.
നീ അല്ലോ പാട്ട് കേട്ടോ ഊടുത്ത് പത്ര അവിടെ സീർണയാ എന്തേന്ന് ഇരിക്കെന്തറിയോളെ ഇപ്പൊ നീ നോക്ക നിന്റെ കമ്മീസ് ഒരു ഊരിട്ട് കടത്തോളൂ അവിടേക്ക് അമ്മ ഉണ്ടല്ലോ കണ്ണ് കാണത്തൈമ കുറെ മറന്നെല്ലാം എടുത്തറൈമ നോക്ക നിന്റെ കമ്മീസ് ഒരു ഊരിട്ട് കൊടു ഉള്ള കണ്ണും പൊട്ടും എന്നിട്ട് അതങ്ങനെ ശീർണയായോ അതങ്ങനെ ഇങ്ങനെയായോ അതിങ്ങണമേ അത് നല്ലവരുടേതാണെങ്കിൽ അതിന് ബർക്കത്തുണ്ട്. അത് ഖുർആനാണ് ഒരുപാട് കാലം ദുആ എന്നിട്ട് കുട്ടികളിൽ